നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 424th day. Today 24th ശ്ലോക of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 424 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. നിത്യം സംക്ഷേപദകൃത്വാ സന്ധ്യാദ്യം സംപ്രയത്നതാ കഥാ വിഘ്നവിഘാതായ ഗണനാദം പ്രപൂജയേത്. നിത്യം സംക്ഷേപദകൃത്വാ സന്ധ്യാദ്യം സംപ്രയത്നതാ കഥാ വിഘ്നവിഘാതായ ഗണനാദം പ്രപൂജയേത്. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ക്ഷൗരം ചെയ്ത് സ്നാനമൊക്കെ ചെയ്ത് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് സ്നാനം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പറയുകയാണ് സ്നാനം, അതായത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, സന്ധ്യാവന്ദനാദികൾ. വിളക്ക് പലർക്കും പലതരത്തിലുള്ള ചടങ്ങുകളുണ്ടാവും കുളിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സന്ധ്യാവന്ദനാദികളുള്ള കർമ്മങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ട് ചെയ്യുക. അതിനുശേഷം കഥ, അതായത് ശ്രീമദ് മഹാഭാഗവത കഥാപാരായണ സമയത്ത് യാതൊരു തര വിഘ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കഥാവിഘ്ന വിഘാതായ, കഥയ്ക്ക് വിഘ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഗണനാഥം പ്രപൂജയെ, ഗണപതി ഭഗവാനെ, വിഘ്നേശ്വരനെ വിധിപ്രകാരം പൂജിക്കണം. വളരെ ചെറിയ കാര്യങ്ങൾ കൂടി സനകാദികൾ പറഞ്ഞു കൊടുക്കുകയാണ്. എപ്രകാരമാണ് ഒരു സപ്താഹം നടത്തേണ്ടതെന്ന് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന്, മണ്ഡപം അലങ്കരിക്കുന്നതിൽ നിന്ന് ആ കഥ പറയുന്ന ആൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വളരെ വളരെ ചെറിയ കാര്യങ്ങൾ എന്ന് നമുക്ക് കരുതുന്നത് കൂടി വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ. ആദ്യം നിത്യം ചെയ്യേണ്ടുന്നതായ സ്നാനാനന്തരം നിത്യം ചെയ്യേണ്ടുന്നതായിട്ടുള്ള സന്ധ്യാദി വന്ദനങ്ങളും പൂജകളുമൊക്കെ ചെയ്യുക. അതിനുശേഷം പ്രത്യേകമായിട്ട് കഥയ്ക്ക് വിഘ്നം, അതായത് ശ്രീമദ് മഹാഭാഗവത സപ്താഹ പാരായണത്തിന് യാതൊരു വിഘ്നവും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിധിപ്രകാരം വിഘ്നേശ്വരനെ, ഗണപതി ഭഗവാനെ പൂജിക്കണം എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നിത്യം സംക്ഷേപദകൃത്വാ സന്ധ്യാദ്യം സപ്രയത്നതാ കഥാ വിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.